gentlemen, Amla Paul മാത്രമല്ല, to be mom Amla Paul. Welcome to Kinder Taranatalagu season 3. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അമ്മയുടെ ഒരു പ്രഗ്നൻസി ലൈഫ് നമ്മളിങ്ങനെ കാണാണ്. നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാണാൻ. സോ ഇപ്പൊ എത്തി നിൽക്കുന്നത് ഇതുപോലെ ഒരുപാട് അമ്മമാര് ഇങ്ങനെ മോം ടു ബി ആയി നിൽക്കുന്ന ഒരു ടൈമില് ഇത്രയും അമ്മമാരുടെ അടുത്തേക്കാണ്. വാട്ട് ഡു യു ഫീൽ നൗ? I feel extremely pregnant right now. ഇത്രയും നാള് ഞാൻ എന്റെ പ്രഗ്നൻസി എനർജിയിലായിരുന്നു. ഇപ്പം a room full of pregnant women. This room feels so fertile. Non-pregnant women also should be careful. By the time you guys go back, you know, anything can happen. I am so happy. കാരണം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. You know, when I'm in my 9th month now. Anybody in their 9th month? Okay, hi. So ഇങ്ങനത്തെ ഈ ഒരു ഫേസിൽ എനിക്കിങ്ങനെ ഒരു ഫാഷൻ ഷോ റാമ്പ് വാക്ക് ചെയ്യാൻ പറ്റുക, അതും വിത്ത് മൈ co-pregnant women passengers. And hi Dalu. Lovely to see you. Dalu is my mentor. ഞാൻ എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് is from modeling and ram ഷോസിലൂടെയാണ്. And Dalu, my guru. So again, എന്റെ ഒരു വുമൻഹുഡിന്റെ നെക്സ്റ്റ് ഫേസ് ആണിത്. അപ്പൊ ഈ ഒരു സ്റ്റേജിലും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു initiation. Thank you Kinder Hospital for having me for this, and I think they are doing a wonderful job. Karanam, I heard last year the winner was a cancer survivor, and I think oru pregnant women ne avarude ammeyekkalum bharthavinekkalum ellam മനസ്സിലാക്കാൻ പറ്റുന്നത് മറ്റൊരു pregnant women ആണ്. You know, when we meet and talk to them, we feel like we are on the same journey and there is so much exchange that happens. അപ്പം അതും I'm sure ഇന്ന് റാമ്പിൽ വാക്ക് ചെയ്ത് most of them maybe ലൈഫിൽ അവരുടെ ഫസ്റ്റ് ടൈം ആയിരിക്കും ആ ഒരു എക്സ്പീരിയൻസിലൂടെ പോകുന്നത്. സോ പ്രഗ്നന്റ് ആയതുകൊണ്ട് അവർക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി പോസിറ്റീവ് തിങ്. സോ ഹാറ്റ്സ് ഓഫ് ടു കിൻഡർ ഹോസ്പിറ്റൽ. ആൻഡ് ഐ ഓൾസോ ഹേർഡ് ഇപ്പൊ കുറെ സ്ത്രീകൾ ഈ ഷോന് ചേരാൻ വേണ്ടിയിട്ട് അതനുസരിച്ച് പ്രഗ്നന്റ് ആവുന്നുണ്ടെന്നൊക്കെ ഉള്ള റൂമേഴ്സ് കൂടെ ഞാൻ കേട്ടു. സോ ദിസ് ഇസ് ഡെഫിനറ്റ്ലി ക്രിയേറ്റിംഗ് എ വെരി പോസിറ്റീവ് ഇമ്പാക്ട്. സോ I'm very happy, and I hope ഇന്നിവിടെ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ സ്ത്രീകൾക്കും ഇവിടെയുള്ള ബാക്കി എല്ലാ പ്രഗ്നന്റ് വിമനിനും എൻ്റെ good wishes for this journey, and may this journey continue. Like, you know, the last contestant, I loved her answer, and like she said, ഒരു പ്രസവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കുട്ടി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന്റെ ലിമിറ്റേഷൻ അല്ല, അതൊരു എക്സ്റ്റൻഷൻ ആയിരിക്കണം. സോ ദേ ആർ സെറ്റിംഗ് എ വെരി ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ ഫോർ ദെയർ ഫ്യൂച്ചർ ജനറേഷൻ. ആൻഡ് യു നോ, ലെറ്റ്സ് ടീച്ച് our future generation the importance of loving yourself and standing up for yourself and making the best out of your life. Yeah, so thank you so much. Winner announcements. 5 പേരും ആ കവറിനുള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിലാണ്. Okay, announce ചെയ്യാം. Second runner up goes to 153 Smriti. So first runner-up is number 143, Harita Vishnu.
this person, definitely I feel it's not about how you brilliantly answered, no. For the pageant, it's all about how you, that moment, how you crack that question. And without any doubt, the judges, with 3 judges, has decided the winner will be contestant number 'ഇനി ക്രൗണിങ് കഴിഞ്ഞിട്ട് എനിക്ക് ഒന്നുകൂടി സംസാരിക്കണം എന്ന് അമല പറഞ്ഞിട്ടുണ്ടായിരുന്നു. Seriously? Yes. Yeah, Amala, please. I want to wish happy Mother's Day. How can I not? And എന്റെ ലൈഫിലെയും എന്റെ ഒരു ഏഞ്ചലാണ് എന്റെ മമ്മി. ഷീസ് ഹിയർ. സോ ഓൺ ബിഹാഫ് ഓഫ് എവറി, എസ്പെഷ്യലി നമ്മൾ ഈ പ്രഗ്നൻസിലൂടെ പോകുമ്പോഴാണ് ശരിക്കും എന്താ പറയാ, അമ്മേനോടുള്ള റെസ്പെക്ട് നമുക്ക് എത്രയോ മതി കൂടും. യുനോ മദർഹുഡിലേക്ക് ഞാൻ എത്തിയിട്ടില്ല, ബട്ട് ഈ പ്രഗ്നൻസി ജേർണി തന്നെ I can't even thank my mother and all the mothers enough. So on behalf of all of us, happy Mother's Day and thank you to all the mothers. Thank you.